നമ്മൾ ചെയ്ത നോസ് പുള്ളിങ് ചലഞ്ച് ഇപ്പൊ 11K അടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ നിന്റെ ലോ ലെവൽ അല്ലാതെ ഇതിൽ ഡ്രൈവർ ഓക്കെ ഇങ്ങനെ ആക്കണേ. എന്റെ മൂക്ക് ആവശ്യമുണ്ട്. ഇതില് ബോധത്തിൽ നുള്ളോ മതി മതിയേ. കാലം എന്തിനാ പൊന്തിക്കുന്നേ? സാല്യൂട്ട് അടിക്കാൻ. എന്തേ സാല്യൂട്ട് അടിക്കുമ്പോ ടിഷ്നാക്കൂലേ? ഇത് പെണ്ണിന് പയ്യനെ ഇഷ്ടമായിട്ടില്ല കല്യാണം കഴിക്കാൻ. ഓക്കെ. ഹലോ, എല്ലാവർക്കും കലാ വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആണ്. കുറേ കാലം നമ്മൾ ചലഞ്ചൊക്കെ ചെയ്തിട്ട് അപ്പം മുന്നേ ചെയ്ത ചലഞ്ചിനൊക്കെ നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്, നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും തന്നിട്ടുള്ളത്. കുറേ കമന്റ് ഉണ്ട് വീണ്ടും ചലഞ്ച് തന്നെ ചെയ്യാനൊക്കെ. അപ്പം നമ്മൾ ചെയ്ത നോസ് പുള്ളിങ് ചലഞ്ച് ഇപ്പോൾ 11K അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ വീണ്ടും നോസ് പുള്ളിങ് ചലഞ്ച് പാർട്ട് 2 ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോസ് പുള്ളിങ് ചലഞ്ച് പാർട്ട് 2 ആണ്. അന്ന് നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് കുസൃതി ചോദ്യങ്ങളും കുറച്ച് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നോസ് പുള്ളിങ് ചലഞ്ച് ചെയ്യുന്നത്. അത് മാത്രം ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ബോറടിക്കേണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ കുസൃതി ചോദ്യം പ്ലസ് നോസ് പുള്ളിങ് ചലഞ്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചലഞ്ച് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അധികമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഉമ്മണി കൂടി ഉണ്ട്. അവൾ ഇൻട്രോ പറയാൻ കുറച്ച് മടിയായതുകൊണ്ട് വന്നിട്ടില്ല, ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അത് നോസ് പുള്ളിങ് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത പോലെ നമ്മൾ വേദന എടുത്ത് ഞാൻ തൊടുമ്പോഴേ മതി എന്ന് പറയാം. വളരെ നമുക്കറിയാമല്ലോ ഏകദേശം. അങ്ങനെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നീ സ്റ്റാർട്ട് ചെയ്തു. എന്നോട് ചോദിച്ചു. ഞാനോ ചോദിക്കണ്ടേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. ചോദ്യം എല്ലാം ഒക്കെ അറിയുന്ന തന്നെ ആയിരിക്കും. എന്നാ പിന്നെ ചോദിക്കണം. അറിയുന്ന തന്നെ ആയിരിക്കും എന്നല്ലേ പറഞ്ഞു. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. അത് ഇതിൽ ഡ്രൈവർ. ഓക്കെ. അടുത്തത് ടീച്ചർ ശശിനോട് പറഞ്ഞു പരീക്ഷ ഇടുന്നു. ആ സമയത്ത് ഒരു തവണ എല്ലാ ക്വസ്റ്റ്യനും പറയൂട്ടാ. ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഞാൻ പറയട്ടെ. ടീച്ചർ ശശിനോട് പറഞ്ഞു എക്സാം ഇടുന്നു. അപ്പൊ ശശി പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തുകൊണ്ട്? കണ്ണുണ്ട്. അങ്ങനത്തെ നിന്റെ ലോ ലെവൽ അല്ലാതെ. ടീച്ചർ ശശിനോട് പറഞ്ഞു എക്സാം ഇടുന്നു. ഞാൻ ഒരു തവണ എനിക്ക് ക്വസ്റ്റ്യൻ കേൾക്കണ്ട. നീ കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടില്ല. ഒന്നുകൂടെ പറ. ടീച്ചർ ശശിനോട് പറഞ്ഞു എക്സാം ഇടുന്നു. അപ്പൊ ശശി പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തുകൊണ്ട്? നീ പറയണം. 5 സെക്കൻഡ് ഒരു ഉത്തരത്തിന്. 1 2 3 4 5. പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരില്ലെന്ന് പറഞ്ഞു. എന്തേ ഇങ്ങനെ ആക്കണേ. എന്റെ മൂക്ക് ആവശ്യമുണ്ട്. ഇതില് ബോധത്തിൽ നുള്ളോ മതി മതിയേ. ഓക്കെ. ഇവര് വിചാരിച്ചു നമ്മൾ വെറുതെ നുള്ളുന്നല്ലാട്ടാ. നല്ല പറഞ്ഞത് ഞാൻ പറയുന്നില്ല. അടുത്തത് ഞാനല്ലേ? അല്ല നീ. നിന്റെ മുന്നിലുണ്ട് സാധനം, പക്ഷെ നിനക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഞാൻ വായിച്ചിനി. മുന്നിലുണ്ട്, കാണാൻ പറ്റുന്നില്ല. കൺപീലിയ. മുന്നിലുണ്ട്. ഇത്രയും സമയം തരും. നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ കാണാൻ കഴിയില്ല. ഇതെല്ലാം കാണുന്ന ടൈമിൽ നിങ്ങൾ നമ്മളെ ആൻസർ പറഞ്ഞതിനെപ്പറ്റി വേണമെങ്കിൽ കമന്റ് ചെയ്തോട്ടാ. നമുക്ക് ഗിവ് അവേ കൊടുത്താലോ? മുന്നിലുണ്ട്, കാണാൻ പറ്റുന്നില്ല, അറിയില്ല. നിങ്ങളുടെ ഭാവി. ഇത് ഞാൻ കണ്ടതേ ഇല്ലൂട്ടാ. അപ്പൊ മെല്ലെ ആക്കണേ. മെല്ലേനെ തുടങ്ങിയിടാം. ഇതിനെ ഞാൻ ചെയ്തിട്ടാ. ഇതിപ്പോ നിനക്ക് വേറെ എടുക്കുന്നില്ലല്ലോ. ഇടക്കെ കാണാൻ തുമ്മയാല് തുമ്മിയൊരു സ്നീസിങ് ചലഞ്ച്. അടുത്ത ചലഞ്ച് സ്നീസിങ് ചലഞ്ച് ആക്കും. നിനക്കുന്ന വേറെ എടുക്കുന്ന അങ്ങനെ മതി. നോക്കണ്ട. വേറെ എടുക്കുന്നുണ്ടെങ്കിൽ മൂക്കിന് പ്രശ്നം. ഇനി ഇവിടെ ഇവിടെ കൂടെ ഒന്ന് കൊണ്ടു തരുവാ. ബ്ലഷ് ആക്കണം. എടുത്തതേ. ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നു. ഏതാണ് അക്ഷരം? ഇത് ഓള് വെച്ചിട്ടുണ്ടാവും അല്ലേ? എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എച്ചിൽ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യനെ. ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. പയ്യന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിന് പയ്യനും ഇഷ്ടമായി. പക്ഷെ കല്യാണം നടന്നില്ല. എന്തുകൊണ്ട്? ഒരു തവണ എല്ലാം പറയൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചോ. ഒന്നും കൂടെ പറഞ്ഞ നിനക്ക് തിരിയുന്നില്ലേ? കാവ്യച്ചി പറയണേ. ക്വസ്റ്റ്യൻ പറ കേട്ടിട്ട് ഞാൻ ഇതിൽ ശ്രദ്ധിച്ചു. ഒരിക്കലും കൂടെ ക്വസ്റ്റ്യൻ പറ. ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. പയ്യന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിന് പയ്യനും ഇഷ്ടമായി. അത് രണ്ടും ഒന്നാണ്. പെണ്ണിന് പയ്യനെ ഇഷ്ടായിട്ടാ. പയ്യന് പെണ്ണിനെ ഇഷ്ടായി, പെണ്ണിന് പയ്യനെ ഇഷ്ടായിട്ടില്ല കല്യാണം കഴിക്കാൻ. ഓക്കെ. അതിനെന്തിനാ നിനക്ക് ഉത്തരം കിട്ടിയില്ലേ? അതെ. ഞാൻ നിന്നെ നുള്ളണ്ടേ? ഇതിപ്പോ നിന്നെ നുള്ളുന്നേ. ഓക്കെ. ഞാൻ എല്ലാവർക്കും വിളമ്പി നൽകി സ്വയം കഴിക്കാതിരിക്കുന്നത് ആര്?
എല്ലാവർക്കും വിളമ്പി നൽകും പക്ഷെ സ്വയം കഴിക്കൂല. സ്പൂണോ? അതെ അതെ. കവി. അപ്പൊ നിന്നെ നുള്ളട്ടാ. അത് നല്ല കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് കിട്ടില്ല. അപ്പൊ നിന്നെ ഇവിടെ നുള്ളി ചെന്നുള്ളൂ. അല്ല പിന്നെ ഹോസ്പിറ്റൽ ചലഞ്ചാണ്. കിട്ടാത്തവരല്ല നുള്ളട്ട്. അല്ല നമുക്ക് കിട്ടിയാലും നുള്ള എന്തെങ്കിലും പൊട്ടുന്നതുണ്ടല്ലോ മുക്കിനുള്ളത്. ടീച്ചറെ ഞാൻ അടുത്ത ആഴ്ച ലീവ്. അത് അടുത്തത് ഞാനാ. ഇതൊരു രസമില്ലാത്ത ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ കണക്കത്തെ ചോദിക്കും. ഏറ്റവും ചെറിയ റൂം എനിക്ക് കിട്ടൂല. ഏറ്റവും ചെറിയ റൂം എന്ത് റൂം അറിയില്ല. തലവേദന എടുക്കുന്നു. എന്റെ റൂം എന്നാ റൂം എന്നാ? മഷ്റൂം. അല്ല, മഷ്റൂമിനെ കാണാൻ ചെറിയ റൂമില്ല. ഇല്ല, ഇത് കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് വേദന എടുക്കുന്ന തിരക്കി. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ്? മറ്റേ കാല് പൊന്തിക്കുമ്പോ. അതേ എപ്പാ? മറ്റേ കാല് പൊന്തിക്കുമ്പല്ലേ. മറ്റേക്കാലം എന്തിനാ പൊന്തിക്കുന്നേ? സാല്യൂട്ട് അടിക്കാൻ. എന്തേ സാല്യൂട്ട് അടിക്കുമ്പോ? ഇത് പാന്റ് ഇടുമ്പാണ്. ഇതിപ്പോ ഞാനാ ജയിച്ചത്. പോലീസുകാരെ പാന്റ് ഇടുമ്പോൾ ഒരു കാല് പൊന്തിക്കൂലോ? അത് ക്വസ്റ്റ്യൻ അങ്ങനെയാ. എന്തെല്ലാം സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു കാല് പൊന്തിക്കും. അങ്ങനെ എപ്പോഴും രണ്ട് കാല് പൊന്തിക്കും. അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കണേ. ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ. ഇതെല്ലാം എനിക്കറിയായിരുന്നു. ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ കൂതറ. ആരും ആവാൻ ആഗ്രഹിക്കാത്ത അറിയാമെന്ന് പറയാ കൂതറ. ഇത് പോവാൻ ആഗ്രഹിക്കാത്ത അറ. അറിയല്ല. മറ്റേ എന്താ കല്ലറ. ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. ഇത് എനിക്കറിയായിരുന്നു. എനിക്കെല്ലാം അറിയാം. എന്നാ പറഞ്ഞൂടെ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്നു. എനിക്കറിയായിരുന്നു. തോറ്റ നോസ് പുള്ളിയായിട്ട്. എന്നിട്ട് ബാക്കി കാര്യം പറയട്ടെ. ഉത്തരം മുട്ട. എനിക്കറിയാം. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഊണ്. കാർട്ടൂണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല. നീ എന്തെന്നെ നോസ് പുള്ളിയാത്തേ? എന്തിന്? ഞാൻ പറഞ്ഞില്ലേ അഭിമാനം. ഇനി അഭിമാനം. കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാ? തേയില. ഇതൊക്കെയല്ലോ നമുക്കിത് തന്നെയാ. ഇനി പോലീസുകാർ പേടിക്കുന്ന ഷുഗറാ? പഞ്ചസാര. പോലീസുകാർ പേടിക്കുന്ന ഷുഗറാ? പേടിക്കുന്നില്ല, അതൊന്നും പിടിക്കുന്ന അങ്ങനെയാ തോന്നുന്നു. ഷുഗർ പോലീസുകാർക്ക് പിടിക്കുന്നതാണോ? പോലീസുകാരത് കണ്ടാ പിടിക്കുന്നതെന്ന് തോന്നുന്നു. ഉത്തരം പാട്ട് ബാക്കി നീ ആലോചിച്ചറിയാം. ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ പോലീസുകാർക്കല്ല പിടിക്കും. ഈ പോലീസുകാർ പിടിക്കും. അതന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞു. പോലീസുകാർക്ക് പോലീസുകാർ പേടിക്കുന്നാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പിടിക്കുന്നാന്ന് പറഞ്ഞു. പിടിക്കുന്ന തന്നെ പോലീസുകാർ പിടിക്കുന്നതാണ്. പിടിക്കുന്ന. ഇത്രയും ന്യൂസ് പുള്ളിയുണ്ടോ? മതി. ഇനി എല്ലാം അറിയാം, എന്നാലും അഭിനയിക്കും. ഇങ്ങനെ അഭിനയം. നിനക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട്, എന്നിട്ട് നീ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. എനിക്ക് ക്വസ്റ്റ്യൻ ഞാൻ ബുദ്ധി ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാളുടെ കയ്യിലും എടുത്തു വെച്ച ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിനാൽ നമ്മൾ ഈ ചലഞ്ച് ഇവിടെ വെച്ച് പര്യവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങൾ കമന്റ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. അടുത്ത പാർട്ടിൽ നമ്മൾ അതിന്റെ ആൻസർ പറയാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ആൻസർ പറയും. അതെങ്ങനെയാണ്? അവര് ചോദിക്കണം, നമ്മൾ മുന്നേ കണ്ടുപിടിച്ചാലോ? അതെ, മുന്നേ കണ്ടുപിടിച്ചിട്ട് ഉത്തരം പറയാ പോരെ. ഇത് വികിടാന്ന് അതില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.